പ്രശാന്തേട്ടാ, ഇനി ഇന്ത്യയിലെ ജനങ്ങൾ കാത്തിരിക്കുന്നത് ഡൽഹിയിലെ തിരഞ്ഞെടുപ്പാണ്. കാരണം അത് ഭരണസിരാ കേന്ദ്രത്തിലെ ഒരു തിരഞ്ഞെടുപ്പാണല്ലോ. പക്ഷെ അവിടെ കോൺഗ്രസിന് വലിയ റോളില്ല. വർഷങ്ങളായി തന്നെ ഇപ്പോൾ 2014 ശേഷം അവിടുത്തെ രാഷ്ട്രീയ സാഹചര്യം അറിയില്ല. BJP AAP തമ്മിലുള്ള നേരിട്ടുള്ള മത്സരമാണ്. മുൻപ് 3 തവണ ഇലക്ഷൻ വന്നപ്പോഴും BJP ദയനീയമായി തന്നെയാണ് പരാജയപ്പെട്ടത്. 2013 ആദ്യ ഒരു ഇലക്ഷൻ. അതിൽ BJPക്ക് 30-ലധികം സീറ്റ് നേടുന്നു. അന്നാണ് ഈ ആം ആദ്മി പാർട്ടി വരവറിയിച്ചത്. പിന്നീട് 2015 വരുമ്പോൾ അത് വെറും 3 സീറ്റ് ആവുന്നു. ഇപ്പോൾ BJPക്കുള്ളത് 8 സീറ്റാണ്. പക്ഷെ ഇപ്പോൾ BJP വലിയ പ്രതീക്ഷയിലാണ്. അടുത്തു വരുന്ന തെരഞ്ഞെടുപ്പിൽ അധികാരം പിടിക്കാമെന്നാണ് അവരുടെ സ്വപ്നം. പക്ഷേ AAP പ്രതിസന്ധിയിലാണ്. അവർക്ക് തിരിച്ചു വരാൻ കഴിയുമോ? ആം ആദ്മി പാർട്ടിയുടെ ഒരു ഉത്ഭവം അറിയാമല്ലോ. അണ്ണാ ഹസാരെ എന്ന് പറയുന്ന അഴിമതിക്ക് എതിരെ സമരം ചെയ്ത അല്ലെങ്കിൽ ആ ഒരു ഗാന്ധിയൻ്റെ പുറകിൽ നിന്നുണ്ടായ അല്ലെങ്കിൽ മറപറ്റി ഉണ്ടായ ഒരു പാർട്ടിയാണ് ആം ആദ്മി പാർട്ടി എന്ന് പറഞ്ഞാൽ. ചൂൽ ചിഹ്നമാക്കിയെടുത്ത് ഇന്ത്യയിൽ അവതരിക്കുന്നതെന്ന് പറഞ്ഞാൽ മാലിന്യങ്ങൾ തൂത്ത് കളയുന്നതിന് വേണ്ടി ഒരു പാർട്ടി, ആ രീതിയിലുള്ള ഒരു പ്രചരണത്തോടു കൂടി വന്ന ഒരു പാർട്ടിയാണ് ആം ആദ്മി പാർട്ടി. അപ്പോൾ അത്തരത്തിൽ ഈ നമ്മളുടെ ആൾക്കാരുടെ ഉള്ള ഒരു പ്രധാനപ്പെട്ട ഒരു ചിന്തയും കൊണ്ടുണ്ടല്ലോ, വളരെ പരിചയസമ്പന്ന രാഷ്ട്രീയക്കാരൻ എപ്പോഴും വിദ്യാഭ്യാസം ഉള്ളവനായിരിക്കണം, പൊതുവെ പരിചയസമ്പന്നനായിരിക്കണം, സംശുദ്ധമായിട്ട് കാര്യങ്ങൾ നിയന്ത്രിക്കുന്നവനായിരിക്കണം, ആൾക്കാർക്ക് പ്രയോജനം ചെയ്യുന്നതായിരിക്കണം. അപ്പൊ ഈ മുദ്രാവാക്യങ്ങളെയെല്ലാം വളരെ കൃത്യമായിട്ട് കൂട്ടിയിണക്കി ആൾക്കാരുടെ ഇടയിൽ അവതരിപ്പിക്കുന്നതിന് സാധിച്ചത് കൊണ്ടാണ് ഇയാൾക്ക് ഡൽഹി പിടിക്കാൻ പറ്റി, അല്ലെങ്കിൽ ഡൽഹിയിൽ ഒരു രാഷ്ട്രീയ ഉദയം ഉണ്ടാക്കാൻ പറ്റിയത്. അതായത് ഈ അണ്ണാ ഹസാരയുടെ പുറയിൽ നിന്ന് അരവിന്ദ് കെജ്രിവാൾ ആ സമരത്തിന് പ്രധാനപ്പെട്ട നേതൃത്വം കൊടുക്കുകയും അണ്ണാ ഹസാർക്ക് ഏറ്റവും വേണ്ടപ്പെട്ട ആളായിട്ട് അവതരിക്കുകയും അണ്ണാ ഹസാരെ ഒരിക്കലും ഇദ്ദേഹം ഒരു രാഷ്ട്രീയക്കാരനായിട്ട് അല്ലെങ്കിൽ എൻ്റെ ഈ സമരം ഒരു രാഷ്ട്രീയ നേട്ടത്തിനോ രാഷ്ട്രീയ പാർട്ടി ഉണ്ടാക്കുന്നതിനോ ഉപയോഗിക്കരുതെന്ന് പലവട്ടം ഇവരുടെ അടുത്ത് പറഞ്ഞിട്ടും അദ്ദേഹം അത് രാഷ്ട്രീയ പാർട്ടിയായിട്ട് അതിൻ്റെ ആ സമരത്തിൻ്റെ അല്ലെങ്കിൽ അതിൻ്റെ സത്ത എടുത്ത് രാഷ്ട്രീയ പാർട്ടി ഉണ്ടാക്കി. ആ രാഷ്ട്രീയ പാർട്ടി എന്ന് പറയുമ്പോൾ ആൾക്കാർ വിശ്വസിച്ചു. അതിനു മുമ്പ് 15 കൊല്ലം ഇവിടെ കോൺഗ്രസ് ഭരിക്കുന്നു, അതിനകത്ത് ചില അഴിമതികൾ ആരോപണങ്ങൾ വരുന്നു, ആൾക്കാർ അതൃപ്തിയിലാവുന്നു. ആ 15 കൊല്ലത്തെ കോൺഗ്രസ് ഭരണത്തിനകത്തുള്ള അതൃപ്തി, അദ്ദേഹം സൗജന്യങ്ങൾ വാഗ്ദാനം ചെയ്യുന്നു, അല്ലെങ്കിൽ ആ ഡൽഹി എന്ന് പറയുന്നു അല്ലെങ്കിൽ ഇന്ത്യ എന്ന് പറയുന്നതും എങ്ങനെ പോകണം, ഇത് അല്ലെങ്കിൽ കൊള്ളിയൊപ്പം ഇങ്ങനെ ഈ രീതിയിൽ ഭരിച്ചു കഴിഞ്ഞാൽ ജനങ്ങൾക്ക് കോൺഗ്രസിന് അന്ന് തിരിച്ചടിയായ ഒരു നിർഭയ സംഭവം നിർഭയ സംഭവം, അതിനെതിരെയുള്ള സമരവും ഇപ്പം എല്ലാ രീതിയിലും ഭരണം പരാജയമാണെന്ന് വളരെ കൃത്യമായിട്ട് ആൾക്കാരുടെ ഇടയിലേക്ക് ഇംപ്ലിമെന്റ് ചെയ്യുന്നതിന് വളരെ കൃത്യമായിട്ട് സാധിച്ചു. രണ്ടാമത് പിന്നാണ് മനസ്സിലാവുന്നത് ഇദ്ദേഹത്തിനെ അവിടെ അവരോധിക്കുന്നതിന് വേണ്ടി അന്നേ ഇന്ത്യ വിരുദ്ധ ശക്തികൾ പുറകിലുണ്ടായിരുന്നു. അതുകൊണ്ട് ഇത് പ്രചരണം നടത്തുന്നതിന്, അത് പ്ലേസ് ചെയ്യുന്നതിന് അവരുടെയും കൂടെ സഹായമുണ്ടായിരുന്നു. അദ്ദേഹം ഭരിച്ചതിന് ശേഷം ഇയാൾ നല്ല ഒരു കപട രാഷ്ട്രീയക്കാരനായിരുന്നു. നല്ലൊരു കപട രാഷ്ട്രീയക്കാരൻ എന്ന് പറയുമ്പോൾ ഇദ്ദേഹത്തിൻ്റെ കാണുമ്പോൾ ഒരു വളരെ കുറഞ്ഞ ഒരു 300 രൂപയുടെ ഷർട്ട് അല്ലെങ്കിൽ 200 രൂപയുടെ പാൻറ് സ്ലിപ്പറും ഒക്കെ ഇട്ട് ഓട്ടോയിൽ സഞ്ചരിക്കുന്ന ഈ മനുഷ്യൻ ഓരോ ദിവസവും തിരഞ്ഞു വരുമ്പോൾ ആൾക്കാർക്ക് അവിശ്വസനീയമായിരുന്നു. തിരഞ്ഞു വരുമ്പോൾ ഏറ്റവും അവസാനം പഞ്ചാബ് തെരഞ്ഞെടുപ്പിൽ അദ്ദേഹത്തിന് ഡീറ്റെയിൽസ് എടുത്ത് ഒരു മാധ്യമങ്ങൾ വാർത്ത കൊടുത്ത് ഒരു ദിവസം താമസിച്ചിരുന്ന റൂം 2 ലക്ഷം രൂപ റെന്റ് വരുന്ന റൂമായിരുന്നു. അതായത് 60 ദിവസം അദ്ദേഹത്തിന്റെ ഹോട്ടൽ ബില്ല് മാത്രം ഏതാണ്ട് 3-4 കോടി രൂപയിലേക്ക് വരുന്ന അവസ്ഥയുണ്ടായി. എന്നിട്ട് ഈ ഹോട്ടലിൽ നിന്ന് ഇറങ്ങി എല്ലാ ആഡംബര സൗകര്യങ്ങളോടും കൂടി ഇദ്ദേഹം ജീവിക്കുകയും ഈ ഹോട്ടലിൽ നിന്ന് വെളിയിൽ ഇറങ്ങിയിട്ട് 300 രൂപയുടെ ഉടുപ്പും പാൻറ്റും ഇട്ടിട്ട് ഓട്ടോയിൽ പോവുകയാണ്. ഇത് ഈ രീതിയിൽ ആൾക്കാരെ കബളിപ്പിച്ചുകൊണ്ടിരുന്ന മനുഷ്യൻ. 100 കോടി രൂപയായിരുന്നു അദ്ദേഹത്തിന്റെ വസതി, വിവരാവകാശം വെച്ചെടുത്ത 100 കോടി രൂപയായിരുന്നു അദ്ദേഹത്തിന്റെ വസതി അല്ലെങ്കിൽ വലുതാക്കുന്നതിനും അല്ലെങ്കിൽ ആഡംബരത്തിലാക്കുന്നതിനും ഗവൺമെന്റിന്റെ ഉപയോഗിച്ചു. 100 കോടി രൂപയുടെ വസതി എന്ന് പറഞ്ഞാൽ എത്ര വലുതാ? 25 ലക്ഷം രൂപ പ്ലംബിങ്ങിന്റെയും വയറിങ്ങിന്റെയും അതിനകത്ത് ഉപയോഗിച്ചിരുന്നു. അപ്പൊ എത്ര വലുതായിട്ട് അഴിമതിക്കാരനായിരുന്നു. പിന്നെ 2000 കോടി രൂപയുടെ മദ്യ അഴിമതി. ഇപ്പം ഏറ്റവും അവസാനം 2 മാസത്തിന് ശേഷം ഇലക്ഷൻ വരുന്ന ഒരവസ്ഥ വന്നപ്പോൾ അവിടുത്തെ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ നേരത്തെ അങ്ങോട്ടും ഇങ്ങോട്ടും സീറ്റ് കിട്ടാത്ത ആൾക്കാർ മാറിയും തിരിഞ്ഞും പോകുന്ന ഒരു അവസ്ഥ ഉണ്ടായിരുന്നത്. പക്ഷെ ഇപ്പൊ അത് മാറി. ആം ആദ്മി പാർട്ടിയിൽ നിന്ന് കണ്ടമാനം ആൾക്കാർ BJPയിലേക്ക് പോകുന്ന ഒരവസ്ഥ. ഇപ്പൊ കഴിഞ്ഞ ദിവസം തന്നെ കൈലാസ് ഗെഹ്ലോട്ട് എന്ന് പറയുന്ന പ്രധാനപ്പെട്ട നേതാവാണ്. അതായത് കാരണം ഇതിന്റെ ആരംഭം തൊട്ടേ അല്ലെങ്കിൽ ഇതിന്റെ പ്രധാനപ്പെട്ട അദ്ദേഹം BJPക്കകത്ത് ഇപ്പൊ അടുത്ത ദിവസങ്ങളിൽ തന്നെ, അത് കഴിഞ്ഞ ആഴ്ച 2 ആഴ്ച അടുത്ത ദിവസങ്ങളിൽ തന്നെ മുൻ MLA മാർ ഇൻവിന്ദർ സിംഗ്, സുബിൻ ദലാൽ എന്നിവരുടെ ആയിരക്കണക്കിന് ആൾക്കാരായിട്ട് BJPക്കകത്ത് ചേരുന്ന ഒരു അവസ്ഥയുണ്ട്. അതായത് നേരത്തെ സീറ്റ് കിട്ടാത്ത BJPക്കാർ കോൺഗ്രസിൽ ചെല്ലുകയും
അല്ല കോൺഗ്രസിൽ അല്ലെങ്കിൽ ആം ആദ്മി ചെല്ലുകയും കോൺഗ്രസ് ചെല്ലുകയും ഒക്കെ ചെയ്യുന്ന ഒരവസ്ഥയുണ്ടായിരുന്നു. അല്ലെങ്കിൽ തിരിച്ച് ആം ആദ്മിക്കകത്ത് സീറ്റ് കിട്ടാത്ത ആൾക്കാർ ബി ജെ പിക്കകത്തൊന്നും ആ രീതിയിലേക്കുള്ള പോക്കായിരുന്നെങ്കിൽ ഈ പ്രാവശ്യത്തെ ഒരു അവസ്ഥ ഡൽഹിയിലെ മറ്റു 3 തെരഞ്ഞെടുപ്പുകളെ അപേക്ഷിച്ച് ആം ആദ്മി പാർട്ടിക്കകത്ത് നിന്നാൽ ജനം അക്സെപ്റ്റ് ചെയ്യുമോ, അല്ലെങ്കിൽ ആം ആദ്മി പാർട്ടിക്ക് പഴയ ജനപിന്തുണയുണ്ടോ എന്നുള്ള കാര്യത്തിൽ സംശയാലുക്കളായിട്ട് ആ പാർട്ടിയിൽ പ്രവർത്തിക്കുന്ന അണികളും അല്ലെങ്കിൽ മുൻ MLA മാരും പാർട്ടിയുടെ നേതാക്കന്മാരും ഒക്കെ BJP-ക്ക് ചേക്കേറുന്ന ഒരു അവസ്ഥയിലേക്ക് കാര്യങ്ങൾ പോയിക്കൊണ്ടിരിക്കുകയാണ്. കാരണം ഞാനീ പറഞ്ഞതുപോലെ അതുപോലെ ഈ പറയുന്ന കർഷക സമരങ്ങൾ മോശമായ അവസ്ഥയിൽ ഉരുത്തിരിച്ചെടുക്കുന്നതിന് കർഷക സമരം ഈ ഇലക്ഷനോടനുബന്ധിച്ച് ഉരുത്തിരിച്ചെടുക്കുന്നതിന് വേണ്ടിയുള്ള ഒരു ശ്രമം നടന്നായിരുന്നു. പക്ഷേ അത് ഈ പറഞ്ഞ പഞ്ചാബിന്റെ ഏറ്റവും അടുത്തിരുന്ന നമ്മളെ ഹരിയാനയിൽ പോലും കർഷക സമരം വിജയിച്ചില്ല. രണ്ടാമത് ഉരുത്തിരിച്ചുകൊണ്ട് വരാൻ നോക്കിയാണെങ്കിൽ അത് കർഷകർക്ക് അല്ലെങ്കിൽ കർഷകരെ അത് ബാധിക്കുന്ന വിഷയമല്ല, അവരെ കബളിപ്പിക്കുന്ന എന്നുകൊണ്ട് കർഷകർ സമരത്തിൽ നിന്ന് പിൻവാങ്ങുന്നില്ല. പക്ഷേ കർഷക സമരത്തിനകത്ത് കെജ്രിവാളിന്റെ കള്ളക്കളി പഴയതുപോലെ നടക്കുന്ന ഒരവസ്ഥയിൽ രണ്ടാമത് CA സമരങ്ങൾ നടന്നപ്പോൾ അദ്ദേഹം കളിച്ച കളികൾ, അതായത് എല്ലാം ഞാനീ പറഞ്ഞത് പഞ്ചാബിൽ തെരഞ്ഞെടുപ്പിനെ നേരിടുന്നതിന് വേണ്ടി പന്നുൻ എന്ന് പറയുന്ന ഖാലിസ്ഥാൻവാദിയുടെ കയ്യിൽ നിന്ന് ഏതാണ്ട് 350 കോടി രൂപയോളം മേടിച്ചെന്ന് അയാൾ പറയുന്ന ഒരു അവസ്ഥയുണ്ടായി. അല്ലെങ്കിൽ പഞ്ചാബിലെ ചില MLA-മാർ ഖാലിസ്ഥാൻവാദികളായിട്ടുള്ള കാനഡയിലെ MP-മാരുടെ കൂടെ നിൽക്കുന്ന അല്ലെങ്കിൽ അതിന്റെ ഡീറ്റെയിൽസ് ഒക്കെ അന്വേഷണ വിധേയമായി പോകുന്ന ഇന്ത്യയുടെ രഹസ്യാന്വേഷണ വിഭാഗം അന്വേഷിച്ചുകൊണ്ടിരിക്കുകയും അതിനകത്ത് അലിഗേഷൻ, അതായത് കൃത്യമായ ഖാലിസ്ഥാൻ വാദം ഇന്ത്യയിൽ പ്രൊമോട്ട് ചെയ്യുന്നതിന് അരവിന്ദ് കെജ്രിവാളും അല്ലെങ്കിൽ ഇപ്പോഴത്തെ മാൻ ഉൾപ്പെടെയുള്ളവർ നിൽക്കുന്നു എന്നുള്ളതിന് തെളിവാണ് കഴിഞ്ഞ ദിവസം സുവർണക്ഷേത്രത്തിൽ പണ്ടെങ്കില്ലാത്തോണം ഒരു നേതാവിനെ വെടിവെക്കുന്ന അല്ലെങ്കിൽ നേതാവിനെ വെടിവെക്കുന്ന ഒരു അവസ്ഥ ഉണ്ടായി. അപ്പം ഇതിനെ പ്രൊമോട്ട് ചെയ്യുന്നത്, രാജ്യവിരുദ്ധ ശക്തികളെ പ്രൊമോട്ട് ചെയ്യുന്നതിനെ ആം ആദ്മി പാർട്ടി എടുക്കുന്ന സ്ട്രെയിൻ, അതല്ലെങ്കിൽ അവർ രഹസ്യമായിട്ട് ചെയ്തുകൊണ്ടിരുന്ന കാര്യങ്ങൾ, അവരുടെ കയ്യിൽ നിന്ന് ഫണ്ട് മേടിച്ച് പാർട്ടിയുടെ പ്രവർത്തനത്തിനും സ്വന്തം താല്പര്യത്തിനും ഈ പറയുന്ന അരവിന്ദ് കെജ്രിവാളും മാനും ഒക്കെ ഉപയോഗിച്ചതിൻ്റെ തെളിവുകൾ, ഇതെല്ലാം വളരെ കൃത്യതയോടുകൂടി വെളിയിൽ വരുന്നതിനും അല്ലെങ്കിൽ തെളിവ് സഹിതം കൊണ്ടുവരുന്നതിനും ആൾക്കാർക്ക് ഇതെല്ലാം മനസ്സിലാവുന്നതിനും സാധിച്ച ഒരവസ്ഥ. അതായത് എന്തിൻ്റെ പേരിലാണ് ഡൽഹിയിൽ മുഖ്യമന്ത്രി ആവുന്നതിന് വേണ്ടി അരവിന്ദ് കെജ്രിവാളിന് സാധിച്ചോ അതിന് നേരെ വിപരീതമായിട്ടുള്ള ഒരു നേതാവാണ് അരവിന്ദ് കെജ്രിവാൾ എന്നുള്ള കാര്യം ഡൽഹിയിലെ ജനങ്ങൾക്ക് മനസ്സിലായി പോകുന്ന ഒരു അവസ്ഥയിലേക്കാണ് കാര്യങ്ങൾ നീങ്ങുന്നത്. ഇപ്പം തന്നെ ഇനി അടുത്ത ദിവസങ്ങളിൽ 2 മാസം തെരഞ്ഞെടുപ്പിനെ നേരിടുമ്പോൾ ED-ക്ക് ഈ ഇതിനെ പ്രോസിക്യൂട്ട് ചെയ്യുന്നതിന് വേണ്ടി അനുമതി കൊടുത്തിരിക്കുകയാണ് ലഫ്റ്റനന്റ് ഗവർണർ. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം തന്നെ ഇന്ത്യയിൽ തന്നെ ആദ്യമായിട്ട്, ഒരുപക്ഷെ ലോകത്ത് തന്നെ ആദ്യമായിട്ടായിരിക്കും ഒരു പാർട്ടിയെ പ്രതിസ്ഥാനത്ത് നിർത്തി കേസെടുക്കുന്നത്. ED കേസെടുത്തിട്ടുണ്ട്. അതിന്റെ ദേശീയ കൺവീനർ ആണല്ലോ ഇദ്ദേഹം. അപ്പോൾ ഇദ്ദേഹത്തെ പ്രോസിക്യൂട്ട് ചെയ്യുന്നതിന് വേണ്ടി അനുമതി കൊടുത്തിട്ടുണ്ട്. അതായത് ഈ 2 മാസം ബാക്കി നിൽക്കെ ED-യെ ഈ പറയുന്ന അഴിമതിക്കെതിരെ വന്നൊരു പാർട്ടി, ആ പാർട്ടിയുടെ നേതാവ് ഇപ്പൊ ഇന്ത്യയിലെ തന്നെ ഏറ്റവും വലിയ അഴിമതിക്കാരൻ മാത്രമല്ല, ആ അഴിമതിക്കപ്പുറം അദ്ദേഹത്തിന്റെ പുറത്തേക്കുന്ന പ്രശ്നം തന്നെ രാജ്യവിരുദ്ധ ശക്തികളുടെ കൂടെ നിന്നുകൊണ്ട് ഇന്ത്യ തെരഞ്ഞെടുപ്പിനെ ഉൾപ്പെടെ അട്ടിമറിക്കുന്നതിന്, അല്ലെങ്കിൽ ഇദ്ദേഹം നടത്തിയ അഴിമതിക്കകത്ത് ED കണ്ടെത്തിയേക്കെന്ന് പറഞ്ഞാൽ ഇദ്ദേഹം നടത്തിയ അഴിമതി പണം ഉൾപ്പെടെ ഒളിപ്പിക്കുന്നതിന് നമ്മളുടെ വിദേശ രാജ്യങ്ങൾ ഇടപെട്ടിരിക്കുന്നു എന്നുള്ളതാണ്. ബിറ്റ്കോയിൻ ഉൾപ്പെടെയുള്ള സംവിധാനം, അതായത് പണം കണ്ടെത്താൻ സാധ്യമാകാത്ത രീതിയിൽ വളരെ വിദഗ്ധമായിട്ടാണ് പണം ഒളിപ്പിച്ചിരിക്കുന്നത്. അതായത് ഇദ്ദേഹം അഴിമതി നടത്തുന്നു, ആ അഴിമതി പണം ഒളിപ്പിക്കാൻ വേണ്ടി പോലും നമ്മളുടെ രാജ്യത്തിനകത്ത് കലാപം ഉണ്ടാക്കുന്നതിനും രാജ്യത്തിനെ പുറകോട്ട് നടത്തുന്നതിനും രാജ്യത്തെ ഇല്ലായ്മ ചെയ്യുന്നതിനും താല്പര്യപ്പെടുന്ന രാജ്യവിരുദ്ധ ശക്തികളുടെയും ആ താല്പര്യത്തിലുള്ള രാജ്യങ്ങളുടെയും ഭാഗമായിട്ട് നിൽക്കുകയാണ് ഇദ്ദേഹം. ആരെങ്കിലും വിശ്വസിക്കുമോ? അത്രയ്ക്ക് മോശമായിട്ടുള്ള ഒരു നേതാവായിരുന്നു അരവിന്ദ് കെജ്രിവാൾ. അതുപോലെ അരവിന്ദ് കെജ്രിവാൾ എന്ന് പറയുന്നതിനകത്ത് ആളിന് രാഷ്ട്രീയമായിട്ട് യാതൊരു ധാർമ്മികതയില്ല. നമ്മളീ പറയുമ്പം പല ആൾക്കാരെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഈ മുഖ്യമന്ത്രിയായിട്ട് ഇരിക്കുമ്പോൾ തന്നെയാണ് ഒരുപക്ഷെ ജയലളിത അറസ്റ്റ് ചെയ്തത്. അവരുടെ ആരാണ് മുഖ്യമന്ത്രിയായിട്ട് ഇരുന്നിട്ട് ആ ഒരു അലിഗേഷൻ വരുമ്പോൾ അറസ്റ്റ് ചെയ്യുന്ന ഒരവസ്ഥ വരുമ്പോൾ വീണ്ടും മുഖ്യമന്ത്രിയായിട്ട് ഇയാൾ ഇത്രയും ദിവസമായിട്ട് മുഖ്യമന്ത്രിയായിട്ട് ഈ ജയിലിൽ കിടക്കുകയും ആ സംസ്ഥാനത്തിന്റെ യാതൊരു താല്പര്യങ്ങളും സംരക്ഷിക്കാൻ കഴിയാഞ്ഞതൊക്കെ പോലും അയാളുടെ അധികാരത്തിൽ നിന്ന് മാറിക്കൊടുക്കാൻ അയാൾ തയ്യാറായില്ല. വരുന്ന തെരഞ്ഞെടുപ്പിന് എത്രത്തോളം സ്വാധീനിക്കും പ്രതിപക്ഷ പാർട്ടികളെ ഇത്തരം ഈ അഴിമതി ആരോപണങ്ങൾ? ഇപ്പൊ തന്നെ അവിടുത്തെ സർവേ വന്നേക്കുന്നത് പറഞ്ഞാൽ BJP അധികാരത്തിൽ വരുമെന്നാ. ഇത് തിരിച്ചറിയുവാണെങ്കിൽ ജനങ്ങളെ വീണ്ടും വളരെ തുടച്ചു നീക്കി കളയത്തില്ലേ? ബാക്കിയുള്ള പാർട്ടിയെ തുടച്ചു നീക്കിയിട്ട് അയാളുടെ ഭാഗമായിട്ട് മാത്രം ഡൽഹിയിൽ 15 കൊല്ലം കൊണ്ട് ഭരിക്കാൻ സാധിക്കുന്ന ഒരു നേതാവ് അരവിന്ദ് കെജ്രിവാൾ സംശുദ്ധ രാഷ്ട്രീയത്തിന്റെ ആളാണെന്ന് കൊണ്ട് മാത്രം ആണല്ലോ അയാൾ വന്നത്. അതാണ് വലിയ പാരമ്പര്യമുള്ള പാർട്ടിയൊന്നുമല്ല. അപ്പോൾ അയാൾ അതിന് നേരെ വിപരീതമായിട്ടുള്ള ആളാണെന്നും അയാൾ സ്വജനം പക്ഷപാതിയാണെന്നും ഇയാളെ അവതരിക്കുന്നതെന്ന് പറഞ്ഞാൽ എനിക്ക് അധികാരത്തിന്റെ ഒന്നും കാര്യമില്ല, ഞാൻ നിങ്ങളെ രക്ഷിക്കാൻ വേണ്ടി മുഖ്യമന്ത്രിയായിട്ടിരിക്കുന്നു. ആ ആളാണ് ജയിലിൽ കിടന്ന് അത്രയും കാലം
കാരണം സാധാരണ അയാളുടെ കൂടെ അറസ്റ്റ് ചെയ്തിട്ടുള്ള മുഖ്യമന്ത്രിമാർ ഉൾപ്പെടെയുള്ളവർ അറസ്റ്റ് ഭരിച്ചപ്പോൾ രാജിവെച്ച് പോയ സമയത്ത് അയാൾ ഇറങ്ങി വരികയും പിന്നെ രാജിവെക്കുന്നതിന്റെ കാര്യം എന്തോ, സുപ്രീം കോടതി പറഞ്ഞു ഇയാൾ മുഖ്യമന്ത്രിയായിട്ട് ഇരിക്കുന്ന കൊള്ളാം, സെക്രട്ടേറിയറ്റ് കയറാൻ പറ്റത്തില്ല, സെക്രട്ടേറിയറ്റിലെ ഒറ്റ ഫയലിൽ ഒപ്പിടാൻ പറ്റത്തില്ല. അതിന്റെ അർത്ഥം എന്ന് പറഞ്ഞാൽ ഇയാൾക്ക് മുഖ്യമന്ത്രിയായിട്ടിരിക്കാൻ പറ്റത്തില്ല, അതിന് അനുവദനീയമല്ല. കാരണം അത്രയ്ക്ക് അഴിമതിക്കാരനാണെന്ന് സുപ്രീം കോടതിക്ക് പോലും വെളിവാകുന്ന രീതിയിൽ തെളിവുകൾ സുപ്രീം കോടതിക്ക് ബോധ്യപ്പെട്ടു. പക്ഷേ വിചാരണ നീണ്ടുപോകുന്നത് കൊണ്ട് ജാമ്യത്തിന് അർഹതയുള്ളത്, അങ്ങനെ സുപ്രീം കോടതിയിൽ വെച്ചിട്ടുണ്ട്, അർഹതയുള്ളത് കൊണ്ട് ജാമ്യം കൊടുക്കുന്നു. അതായത് സുപ്രീം കോടതി അയാളെ ഇൻഡയറക്റ്റ് ആയിട്ട്, ജനാധിപത്യ സംവിധാനത്തിൽ കൂടി ഒരു മുഖ്യമന്ത്രി വന്നപ്പോൾ മുഖ്യമന്ത്രിയായിട്ട് ഇരിക്കാൻ പറ്റത്തില്ല എന്നുള്ള നേരത്തെയുള്ള പല നിയമങ്ങളിലെയും അടിസ്ഥാനത്തിൽ അങ്ങനെ പറയാൻ പറ്റത്തില്ലെങ്കിൽ നിങ്ങൾ മുഖ്യമന്ത്രിയായിട്ടിരുന്നു, പക്ഷെ നിങ്ങൾക്ക് ഒരു ഫയലിൽ ഒപ്പിടാൻ പറ്റത്തില്ല, നിങ്ങൾക്ക് സെക്രട്ടേറിയറ്റിൽ മുഖ്യമന്ത്രി എന്നുള്ള രീതിയിൽ ആ കസേരയിൽ ഇരിക്കാൻ പറ്റത്തില്ലെന്ന് പറഞ്ഞപ്പോൾ അയാൾക്ക് രാജിവെക്കേണ്ടി വരികയും വേറെ ആളിനെ ഏൽപ്പിക്കുക ഒരു സംവിധാനം ചെയ്ത്, അതും അദ്ദേഹം നോക്കിയത് അദ്ദേഹത്തിന് മുഖ്യമന്ത്രി സ്ഥാനത്ത് നിന്ന് മാറേണ്ട ഒരവസ്ഥ വരികയാണെങ്കിൽ സ്വന്തം ഭാര്യയെ ആ പോസ്റ്റിൽ കൊണ്ടുവരുന്നതിന് നോക്കിയതാണ്. അപ്പൊ അത് വീണ്ടും ചർച്ചയായപ്പോഴാണ് ഈ രീതിയിലുള്ള കാര്യങ്ങൾ. അതായത് വളരെ കൃത്യമായിട്ട് രാജ്യവിരുദ്ധ ശക്തികളുടെ കൂടെ കൂടി കൃത്യമായുള്ള ഒരു അഴിമതിക്കാരനായിട്ട് ഇന്ത്യയിൽ കണ്ടിരിക്കുന്ന ഒരു നേതാവായിട്ട് മാറിയിരിക്കുകയാണ്. ഇപ്പോഴത്തെ പുതിയ സർവേ റിപ്പോർട്ടുകളൊക്കെ അനുസരിച്ച് BJP തന്നെ ഡൽഹിയിൽ തിരിച്ചെത്തും എന്നാണ് അറിയാൻ സാധിക്കുന്നത്. അപ്പം അതുകൊണ്ട് തന്നെയായിരിക്കും ആം ആദ്മി പാർട്ടി ഇന്ന് അണികളും നേതാക്കന്മാരും വളരെ കൂടുതലായിട്ട് BJPയിലേക്ക് പോകുന്ന ഒരു അവസ്ഥയിലേക്കാണ് കാര്യങ്ങൾ നീങ്ങുന്നത്. ഏതായാലും 2 മാസത്തിനകം അവിടുത്തെ 2 മാസം കൂടിയേ ഉള്ളൂ ഇലക്ഷൻ വരുന്നതിന് വേണ്ടി രാജ്യം ഉറ്റുനോക്കുന്ന ഇലക്ഷനാണ്. ഈ ഇലക്ഷൻ തിരഞ്ഞെടുപ്പും BJPക്ക് അനുകൂലമാകുമെന്നാണ് ഇപ്പോഴത്തെ റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.